ഹലോ മൈ ഡിയർ മക്കളെ, വെൽക്കം ടു പൈററ്റ്സ് ലേണിംഗ് അക്കാഡമി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും കമൻറ്റ് സെക്ഷൻ മൊത്തം ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. കുറച്ച് തിരക്കിലാണ്. ഇപ്പോൾ നമ്മുടെ സേ എക്സാമിൻ്റെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, സോ അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. അപ്പോൾ മക്കളെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ മെസ്സേജ് അയയ്ക്കുക. നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നാളെ കഴിഞ്ഞും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് മിസ്സാകത്തില്ല. അവിടെ തന്നെ അടുങ്ങി കിടന്നോളും. റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടൻ തന്നെ താഴത്തെ നമ്പറിൽ ഹായ് അയയ്ക്കുക. അപ്പോൾ മക്കളെ, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാനാണ്. ഡിറ്റർമിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിപ്പിക്കാനാണ് കേട്ടോ. അതും വളരെ എളുപ്പമായ രീതിയിൽ. ട്രിക്കാണ് മക്കളെ, ഇപ്പോഴേ പഠിച്ചു വെച്ചോ. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഇത് പല രീതിയിൽ എഴുതാം, പല മെത്തേഡിൽ എഴുതാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനലായിട്ട് എഴുതേണ്ടത് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കി, മൈനർ കോഫാക്ടർ അഡ്ജോയിൻറ്റ് 3 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. വെറും 1 മിനിറ്റ് കൊണ്ട് ഈ 3 എണ്ണവും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 2/2 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മൈനർ കോഫാക്ടർ അഡ്ജോയിൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. 2/2 എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. 2/2 എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളവും, അതാണ് 2/2. ഇതിനെ ബൈ എന്നാണ് കേട്ടോ വായിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് 2/2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 കോളവും 2 റോയും 2 കോളവും. കണ്ടല്ലോ, റോ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് അറിയാമല്ലോ, റോ. കോളം എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്. അപ്പോൾ ഇതിന് 2 വരിയും 2 കോളവും അല്ലേ ഉള്ളത്, അതാണ് 2/2 മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ മൈനർ കോഫാക്ടർ അഡ്ജോയിൻറ്റ്, നിങ്ങൾക്ക് അഡ്ജോയിൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചാലേ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇതിപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോ മക്കളെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എ എന്ന് നമുക്ക് വിളിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ശ്രദ്ധിച്ചോണേ, ട്രിക്കാണേ. ഇനി ഞാൻ എഴുതാൻ പോകണം നോക്കിക്കോണം. മൈനർ ഒറിജിനലായിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്, പക്ഷെ നമ്മൾ ട്രിക്കോടുകൂടി പഠിക്കാൻ പോകണേ. മൈനർ മെട്രിക്സ് എഴുതാൻ പോകണം നോക്കൂ. മൈനർ മെട്രിക്സ് മക്കളെ, ഇത് നോക്കിക്കോണേ. ഒരു ഇസഡ് എന്നുള്ള രീതിയിൽ ഇതിനെ ഓർക്കുക. എങ്ങനെയാണ്? ഇസഡ് എന്ന രീതിയിൽ ഇതിനെ ഓർക്കുക. അപ്പോൾ അവിടുന്ന് നേരെ തിരിച്ചെഴുതി നോക്കിയേ. ട്രിക്കാണ്, ഓർത്തോണം. ഇസഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇസഡ്. അത് നേരെ തിരിച്ചൊന്ന് എഴുതി നോക്കി. ഇവിടുന്ന് ആ രീതിയിൽ ഇതിനെ അങ്ങ് അറേഞ്ച് ചെയ്താൽ മൈനർ മെട്രിക്സ് ആയി മക്കളെ. സിമ്പിളല്ലേ? നോക്കിക്കോണേ. എങ്ങനെയാണ്? ഇസഡ് ഇവിടെ തിരിച്ചെഴുതുവാണേ. 3, 4, -2, 1. 3, 4, -2, 1. മൈനർ കഴിഞ്ഞു. ഏറ്റവും എളുപ്പമുള്ള ട്രിക്ക് മൈനർ കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാണ്? മൈനർ ഓക്കെ ആയി. അടുത്തതാണ് കോഫാക്ടർ മെട്രിക്സ്. അതും എളുപ്പമാണ്. നോക്കിക്കോണേ. ഈ സാധനം തന്നെ നേരെ അങ്ങ് എഴുതുക. 3, 4, -2, 1. 3, 4, -2, 1 എഴുതിയേ. ഇത് നോക്കിക്കോണേ. ഇതാണ് നമ്മുടെ ഡയഗണൽ. മെട്രിക്സിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഡയഗണലില്ലേ, ഈ ഡയഗണൽ മാത്രം നോക്കി. ഏതൊക്കെയാണ്? 4, -2 അല്ലേ? ആ ഡയഗണലുള്ളത് നേരെ ഓപ്പോസിറ്റ് സൈൻ ആക്ക്. 4, -2 കിടക്കണമെങ്കിൽ എന്ത് സൈനാണോ അതിനുള്ള നേരെ ഓപ്പോസിറ്റ് ആക്കുക. അപ്പോൾ അതേ നോക്കിക്കോണേ, നമ്മുടെ 4 മൈനസ് ആകും, -2 പ്ലസ് ആകും. കഴിഞ്ഞു. കോഫാക്ടർ കഴിഞ്ഞു മക്കളെ. ലാസ്റ്റ് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അഡ്ജോയിൻ്റ് ഇത്രയും എളുപ്പം നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അഡ്ജോയിൻ്റ് ഓഫ് എ എന്നാണ്, അഡ്ജി എ എന്നാണ് അതിനെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത് കേട്ടോ. അഡ്ജോയിൻ്റ് ഓഫ് എ എഴുതാൻ നോക്കിക്കോണേ. ഈ 3ഉം -4ഉം ഇല്ലേ, അത് നേരെ അല്ല എഴുതിയിരിക്കണത്, അത് നേരെ താഴത്തേക്ക് എഴുതിക്ക്. 3, -4. അടുത്തത് +2, 1 അല്ലേ, അത് നേരെ താഴത്തേക്ക് എഴുതിക്ക്. 2, 1. മക്കളെ, ഇത് പഠിപ്പിക്കാൻ ഞാൻ 1 മിനിറ്റ് കൂടുതൽ എടുത്തു, പക്ഷേ ഇത് എഴുതാൻ 1 മിനിറ്റ് മതി. ഈ 3 എണ്ണം എഴുതാൻ 1 മിനിറ്റ് മതി. എത്ര എളുപ്പമാണ് മക്കളെ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്കാണ്, പഠിച്ചു വെച്ചോ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്തു തരാം. 1, 2, 3, 4. ഉടനെ നമ്മൾ മൈനർ എഴുതാൻ പോകണേ. മൈനർ മെട്രിക്സ് എങ്ങനെയാണ്? മെട്രിക്സിൻ്റെ സിമ്പൽ ഇട്ടു, ഇസഡ് ഓർമ്മയുണ്ടല്ലോ, അത് നേരെ തിരിച്ച് 4, 3, 2, 1. 4, 3, 2, 1 കഴിഞ്ഞു. കോഫാക്ടർ എഴുതാൻ പോവാണേ.
കോഫാക്ടർ മെട്രിക്സ് പെട്ടെന്ന് എന്ത് ചെയ്യും? 4 3 2 1. അത് നേരെ അതേപോലെ തന്നെ എഴുതും. ഇവിടുത്തെ ഡയഗണലിൽ നേരെ ഓപ്പോസിറ്റ് സൈൻ ആക്കും. ഇവിടെ 2 പ്ലസ് ആണ്, സോ 2 മൈനസ് ഇട്ട് കൊടുക്കുക. അടുത്തത് അഡ്ജോയിൻറ്റ് കഴിഞ്ഞു. അഡ്ജോയിൻറ്റ് ഓഫ് എ, അഡ്ജ് എ. ഇതിങ്ങനെ എഴുതിയിരിക്കുന്ന സാധനം നേരെ താഴത്തേക്ക് എഴുതുക. റോയിനെ കോളമാക്കി എഴുതുക. 4 - 3. അടുത്തത് -2 1 നേരെ താഴത്തേക്ക്. -2 1. വളരെ എളുപ്പം, വളരെ എളുപ്പം. അടുത്തത് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യാൻ പോകണേ. അറിയാവുന്നവർ പോസ് ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്ക്. ആദ്യം എന്താണ്? മൈനർ. പിന്നെന്താണ്? കോഫാക്ടർ. മക്കൾ 1 മിനിറ്റ് കൊണ്ട് എഴുതാൻ പോകണേ. അഡ്ജോയിൻറ്റ്. സ്റ്റോപ്പ് വാച്ച് എടുക്കുക. 1 മിനിറ്റ് താഴെ എത്ര പേർക്ക് എഴുതാൻ പറ്റുമെന്ന് പറയണേ. 1 മിനിറ്റ് താഴെ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും എഴുതാൻ പറ്റും. അതെൻ്റെ ഉറപ്പാണ്. തുടങ്ങാം. റെഡി, സ്റ്റാർട്ട്. എഴുതിക്കോ. -6 -4 3 2. നേരെ ഓപ്പോസിറ്റ് ആക്കും. -6 -4 3 2. ഇതിനെ പ്ലസ് ആക്കും, ഇതിനെ മൈനസ് ആക്കും. നേരെ താഴത്തേക്ക് എഴുതും. -6 4 -3 2. എത്ര സമയം എടുത്തു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. എത്ര സമയം എടുത്തു നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏറ്റവും കുറവ് സമയം എടുത്ത് എത്ര കുട്ടികളുണ്ടെന്ന് നോക്കട്ടെ. 1 മിനിറ്റാണ് ഞാൻ പറഞ്ഞത്. 10-20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എഴുതി കഴിയും, എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ തന്നെയാണ് മക്കളെ ഇതിൽ ഓരോ സാധനവും. അത്ര എളുപ്പമാണ്. ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ കഷ്ടപ്പെടുത്തത്തില്ല മാത്സ്. ഓക്കെ, അപ്പോൾ മക്കളെ ഇത് മനസ്സിലായവർ ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയിട്ട് എത്ര സമയം കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ചെയ്യാൻ പറ്റിയവർ നല്ലൊരു സന്തോഷത്തോടെ കമൻ്റ് ഇടുക. അപ്പോൾ മക്കളെ ഇതേപോലെ വീഡിയോകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. നമ്മുടെ ക്ലാസ്സുമായിട്ട് തിരക്കിലാണ്. ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉടൻ തന്നെ എനിക്ക് ഹായ് അയയ്ക്കുക. ഉടൻ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.